بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത് സൂറത്തു ഫാത്തിറിലെ ആദ്യത്തെ 2 വചനങ്ങളാണ്. ഈ 2 ആയത്തുകളിലും പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. പേജ് നമ്പർ 434, 434 ഇതാണ് പേജ് നമ്പർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض. ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഹംദ് കൊണ്ടാണ്. ഫാത്തിഹ പോലെ, അൻആം, സബ, സൂറത്തുൽ കഹ്ഫ് അതുപോലുള്ള സൂറത്താണ് സൂറത്ത് ഫാത്തിർ. ഹംദ് കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത്. ഇവിടെ ബിസ്മിയുമായി ആദ്യത്തെ വചനത്തെ ചേർത്ത് ഓതുകയാണെങ്കിൽ ഫാത്തിഹയിൽ നാം മനസ്സിലാക്കിയതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അങ്ങനെ വസ്ലിൻ്റെ ഹംസയെ വസ്ല് ചെയ്യേണ്ടതാണ്. ഹംസത്തുൽ വസ്ലിനെ ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവാക്കി ഖതാ ചെയ്യാതെ ചേർത്തോതുകയാണ് വേണ്ടത്. അൽ ഹംദു, സക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അൽ ഹംദു ലില്ലാഹി ഫാത്തിരി, ഫാത്തിരി പറയുന്നത്, മറിച്ച് എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. തർക്കീഖ് ചെയ്യണം. ത്വാ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. ത്വാഇന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായത് കൊണ്ട്. ഫാത്തിരിസ് സമാവാതി വൽ അർദ്. റാ, ദ്വാദ് ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. വൽ അർദി ജാഇലി, ദ്വാദിന് കസ്റായത് കൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് നൽകേണ്ടത്. ജാഇലിൽ മലായികതി റുസൂല, ജാഇൽ, ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യം ആണല്ലോ ഐനിൻ്റെ മഖ്റജ്. ജാഇലിൽ മലായികതി, അൽ മലായിക, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘപാട് 4-5 ഹർക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. റുസൂലൻ, റാഇനെ തഫ്ഖീം ചെയ്യണം. റുസൂലൻ ഉലി, റുസൂലൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. റുസൂലൻ ഉലി അജ്നിഹ, ഉലി, ഇതിലെ യാഇൻ്റെ ദീർഘം അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉലി അജ്നിഹതിൻ മസ്ന, അജ്നിഹത്തിൻ, ആ പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ചുച്ചരിക്കണം. ഖൽഖല സൂറ. അജ്നിഹതിൻ മസ്ന, തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അജ്നിഹതിൻ മസ്ന വസുലാസ വറുബാഅ, മസ്ന വസുലാസ,
ഇതിലൊക്കെ വന്ന സാഇൻ്റെ ഉച്ചാരണം അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം. മസ്ന വസുലാസ വറുബാഅ. വഖഫ് ചെയ്യുമ്പോൾ അവിടെ മദ്ദ് ആരിദ് ലിസുകൂൻ നൽകിക്കൊണ്ട് ദീർഘം നൽകാവുന്നതാണ്. ഒന്നുകിൽ ഖസ്ർ 2 ഹറക്കത്തിൻ്റെ അളവിൽ, അല്ലെങ്കിൽ തവസ്സുത്ത് മിതത്വം 4 ഹറക്കത്തിൻ്റെ അളവിൽ, അതുമല്ലെങ്കിൽ ഇഷ്ബാഅ് ചെയ്ത് പൂർത്തിയാക്കുക. വറുബാഅ. റാഇനെ തഫ്ഖീം ചെയ്യണം, ശ്രദ്ധിക്കുക. റുബാഅ ഐന് സുക്കൂൻ കൊടുത്തുകൊണ്ട് നിർത്തുക. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ വറുബാഅ യസീദു എന്ന് ചേർത്ത് ഓതുകയാണ് വേണ്ടത്. യസീദു ഫിൽ ഖൽഖി മാ യശാ. ഖൽഖ് ഖാഇന് പൂർണ്ണമായ തഫ്ഖീമും ഖാഫിന് നിസ്ബിയായ ഏറ്റവും കുറഞ്ഞ തഫ്ഖീമുമാണ് കൊടുക്കുക. ഖാഫിന് കസ്റായതുകൊണ്ട്. മാ യശാ അവിടെ 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘിപ്പിക്കാവുന്നതാണ്. എന്തായാലും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമായ മുത്തസിൽ വാജിബാണ്. അവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ ശേഷം ഹംസ വന്നതുകൊണ്ട്, ഒറ്റ പദത്തിലായി ഹംസ വന്നതുകൊണ്ട് ദീർഘം നൽകൽ നിർബന്ധമാണ്. വഖഫിന് വേണ്ടി 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ആകാം. മാ യശാ അല്ലെങ്കിൽ തവസ്സുത്തും സ്വീകരിക്കാവുന്നതാണ്. ഇന്നല്ലാഹ നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിലെ ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈഇൻ ഇതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിൽ തഫ്ഖീം നൽകേണ്ടതാണ്. ഷൈഇൻ ഖദീർ ശേഷം വന്നത് തഫ്ഖീം ചെയ്തുച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ ഖാഫാണ് എന്നതുകൊണ്ട് തൻവീനിൻ്റെ മണിക്കലിലും തഫ്ഖീം കൊടുക്കുക. ഷൈഇൻ ഖദീർ. റാഇന് തർഖീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. റാഇനെ നേർപ്പിക്കണം. ഖദീർ. മാ യഫ്തഹില്ലാഹു ലിന്നാസി. നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. മിർ റഹ്മത്തിൻ ഫലാ. മിൻ എന്നതിലെ സാക്കിന നൂൻ പൂർണ്ണമായും റായിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റഹ്മത്തിൻ ഫലാ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക, അവ്യക്തമാക്കി മണിക്കുക. മിർ റഹ്മത്തിൻ ഫലാ ഫലാ മുംസിക ലഹ. മുംസിക ഇതിലൊരു സാക്കിന മീമ് വരുന്നു, സുക്കൂൻ നൽകപ്പെട്ട മീം. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫലാ മുംസിക ലഹ. നമ്മൾ ദീർഘത്തിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യമാണ് വഖഫ് ചെയ്യുമ്പോൾ അധികം ദീർഘം നൽകരുത് എന്നത്. ലഹ എന്ന് പറയുമ്പോൾ ഒറ്റ അലിഫാണ്, 2 ഹറക്കത്തിൻ്റെ അളവിൽ, 2 മാത്ര. അവിടെ കൂടുതൽ ദീർഘം നൽകരുത്. ലഹ അത്ര മതി. ഫലാ മുംസിക ലഹ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ
ബഅദി അവിടെയും വമാ യുംസിക് സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യുംസിക് കാഫ് മഹ്മൂസും ഷദീദുമായ അക്ഷരമാണ്. വമാ യുംസിക് ഫലാ മുർസില റായിനെ തടിപ്പിച്ചോതുക, തഫ്ഖീം ചെയ്യുക. ഫലാ മുർസില ലഹു മിൻ ബഅദി സക്കിന നൂനിനെ ഇഖ്ലാബ് ചെയ്ത് സക്കിന മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം. മിൻ ബഅദി ഹ ഉദ്ദമീറിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം മദ്ദുസ്സില സുഗ്റ നൽകി 2 മാത്ര ദീർഘിപ്പിച്ചുകൊണ്ട് മിൻ ബഅദിഹി വഹുവ എന്ന് ചേർത്തോതേണ്ടതാണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ മിൻ ബഅദി എന്ന് വഖഫ് ചെയ്യുക സുക്കൂനോടുകൂടി. വഹുവൽ അസീസുൽ ഹകീം ഐനും ഹാഉം ഒക്കെ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. സായും അങ്ങനെ. വഹുവൽ അസീസുൽ ഹകീം ദീർഘിപ്പിക്കുമ്പോൾ ആരിദായ ദീർഘം നൽകാവുന്നതാണ്. 6 ഹറക്കത്തിൻ്റെ അളവോ അല്ലെങ്കിൽ മിതത്വം സ്വീകരിച്ച് 4 ഹറക്കത്തിൻ്റെ അളവോ ഒക്കെ ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم.